ഒന്ന് തല ഉയർത്തി നിൽക്കാനും ചങ്ക് വിരിച്ച് മറുപടി പറയാനും പഠിപ്പിച്ചത് സംഘപ്രസ്ഥാനങ്ങളാണ്. ഇൻ ഷോർട്ട് അതാണ്. ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഷർട്ട് ചുളിഞ്ഞ ഒരു തുള്ളി വേർപ്പ് പൊടിഞ്ഞ ഒരു കോൺഗ്രസ്സുകാരൻ കേരളത്തിലില്ല. ഇവര് പണ്ടത്തെ ദേശാഭിമാനി യുഗത്തിലാണ് ജീവിക്കുന്നത്. ആ ദേശാഭിമാനിയിൽ ഇവർ പടച്ചുവിടുന്ന കള്ളത്തരങ്ങൾ ജനങ്ങൾ തൊണ്ടതൊടാതെ വിശ്വസിച്ചിരുന്ന ഒരു കാലത്തെ പോലെ ഇന്നും വിശ്വസിക്കുമെന്നാണ് ഈ ഇടതുപക്ഷം കരുതുന്നത്. അവിടെയാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം. ശബരിമല വിഷയം എത്രത്തോളം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാണ്? തീർച്ചയായിട്ടും വലിയ ചർച്ചയാവും. കാരണം ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോ UDF-നോ യാതൊരു ആത്മാർത്ഥതയും ഇല്ലെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അന്ന് ആദ്യത്തെ സമരം നയിച്ചത് BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രനായിരുന്നെങ്കിൽ ഇന്ന് സമരം നയിച്ചത് രാപ്പകൽ സമരത്തിൽ മഴ കൊണ്ട് സമരം നടത്തിയത് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയാണ്. ആ സമയത്തൊക്കെ VD സതീശനായിക്കോട്ടെ, രമേശ് ചെന്നിത്തലയായിക്കോട്ടെ, അവരെല്ലാം വീട്ടിൽ കിടന്ന് ഉറക്കമായിരുന്നു. ഒന്നാം ശബരിമല സമയത്ത് ഈ പത്തനംതിട്ടയ്ക്ക് അപ്പുറത്തേക്ക് ഒരു കോൺഗ്രസ്സുകാരൻ കയറിയിട്ടില്ല. കുസാരിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവിടുത്തെ SFI പ്രവർത്തകർ ആദ്യം പറഞ്ഞത് എൻ്റെ കാല് വെട്ടു വന്നാൽ മാന്യമായിട്ട് ഞാൻ അവരോട് പറഞ്ഞ കാല് എനിക്ക് മാത്രമല്ല ഉള്ളത്. അപ്പം പ്രാന്തകേരളത്തിൽ ഏകദേശം 10 വർഷത്തോളം താമസിക്കുന്നു. ആ സമയത്ത് ഹരിയേട്ടനെ പോലെ, MA സാറിനെ പോലെ, R. വേണുവേട്ടനെ പോലെയുള്ള ഇതിഹാസങ്ങളിൽ നിന്ന് എനിക്ക് ഈ സംഘത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് വളരെ ചുരുക്കം ആളുകൾക്ക് ലഭിക്കുന്ന ഭാഗ്യമാണ്, അനുഗ്രഹമാണ്.